ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചു. തിരിച്ചുവിട്ടു. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ കൊണ്ടുപോയത്. ഇപ്പൊ ആശുപത്രിയിലാണ്. എന്താ പറ്റിയെന്നറിയില്ല. ഇപ്പൊ വീട്ടിലോട്ട് സംസാരിക്കാൻ പറ്റില്ല. വീട്ടില് ചേട്ടന്മാര് ഫോൺ തന്നായിരുന്നു, വിളിച്ചായിരുന്നു. ഇപ്പോൾ രക്ഷകർത്താക്കൾ ക്യാമ്പിനകത്തേക്ക് തള്ളിക്കയറിയിരിക്കുകയാണ്. ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് അവർ ക്യാമ്പിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ കുട്ടികളുടെ എന്താണ് അവസ്ഥയെന്ന് അറിയണമെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ക്യാമ്പിന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ചേട്ടാ, പോലീസ് ഒന്നും പറഞ്ഞില്ലേ? പോലീസ് എന്താ പറഞ്ഞേ? നിങ്ങൾ സമാധാനിക്കുക, എല്ലാം ഞങ്ങൾ ശരിയാക്കി തരാമെന്നുള്ള ഉച്ചയ്ക്ക് നടന്ന കേസാണിത്. ഇന്ന് ഉച്ചയ്ക്ക് നടന്ന ഇവര് NC പറഞ്ഞ ക്യാമ്പിനെ കൊണ്ടുവന്നിട്ട് അവർ ഈ വളയല്ലേ, ഈ വളയിട്ടിട്ട് മക്കളുടെ മുഖത്തേക്ക് കുത്തിയാണ്. അവൻ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങളെ കരയാണ്. ഇതെന്തുകൊണ്ടാണ്? എന്ത് ക്യാമ്പാണ് നടക്കുന്നത്? ഫുഡ് മര്യാദക്കുള്ള ഫുഡ് കൊടുത്തിട്ടില്ല. ഈ ഫുഡിനകത്ത് എല്ലാ ഇൻഫെക്ഷൻ ഫുഡാണ് കൊടുക്കുന്നത്. ഒരു ഫുഡ് കൊടുത്തിരിക്കുന്നത് നിസാരം ഒരു തൈരിട്ടാണ് ഫുഡ് കൊടുത്തിരിക്കുന്നത്. പോട്ടെ, അതില്ല, നമുക്ക് വിഷയമല്ല. മോന് പ്രശ്നമാണ്. ഇപ്പൊ ഹോസ്പിറ്റലാണ്. ഏത് ഹോസ്പിറ്റലും അറിയില്ല. ഇവിടെ ഞാൻ പറഞ്ഞേ, ഒരു കുന്തവും ഇവിടെ ഇല്ല. കുടിക്കാൻ വെള്ളം കൂടെ പിള്ളേർക്ക് കൊടുക്കുന്നില്ല. പിന്നെ അവിടെ NCC ഇവിടെ നടന്നപ്പോ NCC എന്തിനാ നടത്തുന്നത്? ഒരു കുന്തവും ഇല്ല അവിടെ. ഇല്ലില്ല, എന്റെ അനിയനാണ് ഇവിടെ ഉള്ളത്. അവനെ പറ്റി ഞാൻ എന്ത് ചെയ്യും? എന്റെ അനിയനാണ് ഇവിടെ ഇരിക്കണം. ഞാൻ എന്ത് ചെയ്യും? നോക്കി എത്ര സമയം അവര് പറഞ്ഞ ഇങ്ങനെ വളരെ ദേഷ്യപ്പെട്ടാണ് ഈ രക്ഷകർത്താക്കളൊക്കെ പ്രതികരിക്കുന്നത്. നമുക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികളോട് തന്നെ